രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ നേതാവെന്ന പദവിക്ക് യോജിക്കാത്ത നിലവാരമില്ലാത്ത ഭാഷയും ഉത്തരവാദിത്തമില്ലാത്ത പരാമർശങ്ങളും കൊണ്ട് വീണ്ടും വിവാദത്തിന്റെ നടുവിലേക്ക് വീണിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് വി.ഡി. സതീശൻ. വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടിക്കെതിരെ നടത്തിയ അസഭ്യവും അപമാനകരവുമായ പരിഹാസത്തിന് പിന്നാലെ ശക്തമായ ജനവിമർശനം ഉയർന്നതോടെയാണ് സതീശൻ യു-ടേൺ അടിച്ച് പിന്നോട്ട് പോയത്. ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ഓർത്ത് കഷ്ടം തോന്നുന്നു എന്നതടക്കം മന്ത്രിയെ ഇവൻ അവൻ എന്നിങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു സതീശന്റെ പരാമർശങ്ങൾ. KPCC സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് ധർണയിൽ നിയമസഭയിലെ പഴയ സംഭവങ്ങൾ വളച്ചൊടിച്ച് തരം താണ പദപ്രയോഗത്തിലൂടെ വിദ്യാഭ്യാസ മന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. എന്നാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടുത്ത വിമർശനം ഉയർത്തിയതോടെ നിയമസഭയിലെത്തിയ സതീശൻ സ്വയം പ്രതിരോധത്തിലേക്ക് വഴുതിമാറി. മന്ത്രിയെ ഇവൻ അവൻ എന്നൊന്നും താൻ വിളിച്ചിട്ടില്ല എന്നായി സഭയിൽ സതീശന്റെ വാദം. ഇന്നലെ പറഞ്ഞതും ഇന്ന് പറഞ്ഞതും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്നതായി മാറിയിരിക്കുകയാണ്. സതീശന്റെ പരാമർശങ്ങൾ നിലവാരമില്ലാത്തതാണെന്ന് ഭരണപക്ഷി MLA-മാർ ശക്തമായി പ്രതിഷേധിച്ചതോടെയാണ് സഭയിൽ വിഷയം കത്തിയത്. മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും ഉയർന്ന വിമർശനങ്ങളാണ് സതീശനെ നിലപാട് മാറ്റാൻ നിർബന്ധിതനാക്കിയെന്ന വിലയിരുത്തലും ശക്തമാണ്. അതേസമയം പ്രതിപക്ഷ നേതാവിനെ വെറുതെ വിടില്ലെന്ന നിലപാടിലാണ് സർക്കാരും വിദ്യാഭ്യാസ മന്ത്രി. സതീശൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗവും സഭയിൽ പറഞ്ഞ നിഷേധ വാക്കുകളും തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാട്ടി മന്ത്രി വി. ശിവൻകുട്ടി വീഡിയോ തെളിവുകളോടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്. വിമർശനം കൂടുതൽ കടുപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇതിനിടെ സതീശന്റെ പരാമർശങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ ശക്തമായ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന് പിന്നാലെ സതീശന്റെ കോലം കത്തിച്ചാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. നിയമസഭയിൽ സാധനങ്ങൾ തല്ലിപ്പൊളിച്ച സംഭവങ്ങൾ ഓർമ്മിപ്പിച്ചായിരുന്നു സതീശന്റെ പ്രസംഗമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യുവജന സംഘടനയുടെ പ്രതിഷേധം. മന്ത്രിക്കെതിരെ നടത്തിയ തരം താണ പദപ്രയോഗങ്ങൾക്ക് മറുപടിയായി എടാ പോഡോ ഭാഷ ഒരു പൊതുപ്രവർത്തകൻ ഉപയോഗിക്കരുത് എന്നായിരുന്നു ശിവൻകുട്ടിയുടെ പ്രതികരണം. അച്ഛന്റെ പ്രായമുള്ളവരെ പോലും ധിക്കാരത്തോടെ അധിക്ഷേപിക്കുന്ന ഭാഷയാണ് സതീശന്റേതെന്ന് മന്ത്രി തുറന്നടിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരുന്ന് അസഭ്യതയും നിഷേധവും രാഷ്ട്രീയ ആയുധമാക്കുന്ന സതീശന്റെ സമീപനം കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലവാരത്തെയാണ് ഇന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നതെന്ന വിമർശനവും ശക്തമാവുകയാണ്.